ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ജിജോ ജോസഫ്. ഈ ഒരു വീഡിയോ SEO എന്താണെന്ന് പറയുന്നൊരു വീഡിയോ ആണ്. എന്താണെന്ന് പറയുക മാത്രമല്ല, അത് എവിടെ നിന്ന് തുടങ്ങണം, ഒരു 1 to 1, ഒരു 1 2 3 4 അങ്ങനെ ഒരു ക്രമത്തിൽ വേണം നമ്മൾ SEO പഠിക്കാൻ. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ SEOനെ കുറിച്ച് മലയാളം വീഡിയോസ് ഒരുപാടുണ്ടായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം അതിനൊന്നൊരു ഹൈറാർക്കി ഇല്ല. അത് പറയുന്നുണ്ട്, ഇൻഫർമേഷൻ കറക്റ്റാണ്, പക്ഷേ അത് പലതും ജസ്റ്റ് തുടങ്ങി വെക്കുന്നു. അതിന് ബാക്ക് ടു ബാക്ക് പഠിക്കാനുള്ളവർക്ക് ഒരു ഓപ്ഷൻസ് ഇല്ല. മലയാളത്തിലാണ് കേട്ടോ, ഇംഗ്ലീഷിലുണ്ട്. അതുമാത്രമല്ല, പലരും ഇനിയിപ്പോൾ ബാക്ക് ടു ബാക്ക് പറയുന്നുണ്ടെങ്കിലും അതിനൊരു ക്രമമില്ല. ആദ്യം ഒരു ടോപ്പ് ആയിട്ടുള്ള കാര്യം പറയും, പിന്നെ ഒരു അഡ്വാൻസ് ലെവൽ പറയും, പിന്നെ ഒരു മീഡിയം ലെവൽ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക്, പാഷനായിട്ടുള്ളവർക്ക്, ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു ക്രമപ്പെടുത്തി ഉള്ള ഒരു സിലബസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ഞാനൊരു 5 തൊട്ട് 10 മിനിറ്റ് വരെയുള്ള വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ആവുള്ളൂ. അപ്പോൾ ഒരു ക്രമം കിട്ടാൻ വേണ്ടിയിട്ടും മലയാളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാവുന്ന ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളായിട്ട് മനസ്സിലാക്കാനും ആണ് ഞാനിതൊരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ SEO എന്ന് പറഞ്ഞത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഫഷനാണ്. കാരണം അത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 30 തൊട്ട് 40,000 വരെ പേ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ ഉടമയിലൊക്കെ പോയി കഴിഞ്ഞാൽ 500-ന് 600-നൊക്കെ വാങ്ങി പഠിക്കാം. പക്ഷെ എന്നാലും ആദ്യമായിട്ട് വരുന്ന മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷ് ഗ്രാസ്പ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അതും ഒരു അറിയാത്ത വിഷയം പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് മാറ്റാൻ, അപ്പോൾ മലയാളത്തിൽ തന്നെ മനസ്സിലാക്കി നല്ല ആഴത്തിൽ അണ്ടർസ്റ്റാൻഡിങ് ആയാൽ പിന്നെ നിങ്ങൾക്ക് ഏത് ഇംഗ്ലീഷിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തുടക്കം നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ തന്നെ ചെയ്യാൻ വേണ്ടിയും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ലോകത്ത് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പ്രൊഫഷനാണ്. ഏറ്റവും കൂടുതൽ ഈ ഏണിങ്സ് ഉള്ള ഒരു പ്രൊഫഷനാണ്. ഈ ഓൺലൈനിൽ 5,000 രൂപയ്ക്ക് അത് ചെയ്യാം, മറ്റേ ഡാറ്റ എൻട്രി ചെയ്യാമെന്നൊക്കെ പറയുന്ന പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയാൽ നിങ്ങൾ എവിടെ എത്തില്ല. കാരണം അതൊക്കെ എന്ന് പറയുന്നത് ഒരു ഹെവി വർക്കാണ്, നിസ്സാര എമൗണ്ടൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതൊന്നും ഒഴിവാക്കിയിട്ട് നല്ലൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് എവിടെ അന്വേഷിച്ചാലും അറിയാം, ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണ്. അതിൽ തന്നെയുള്ളൊരു ഘടകമാണ് SEO മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിലും ഈക്വൽ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുഴുവൻ അറിയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് SEO അറിഞ്ഞാലും നന്നായിട്ട് കമ്പനികളിൽ പെർഫോം ചെയ്യാം, ഏൺ ചെയ്യാം, ഫ്രീലാൻസ് ചെയ്യാം, കമ്പനി തുടങ്ങാം, എനിത്തിങ്. അപ്പോൾ SEO എന്താണ്? സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് SEOൻ്റെ ഫുൾ ഫോം. അപ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുന്ന ആൾക്ക് ഓർഗാനിക്കായിട്ട് റിസൾട്ട് കൊടുക്കുന്ന അതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സെർച്ച് എഞ്ചിൻ എന്താണെന്ന് ആദ്യം അറിയണം. എന്താ സെർച്ച് എഞ്ചിൻ? സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. അതിൽ 7 ടോപ്പ് സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഗൂഗിള്, 2 ബിങ്, ബൈഡു, യാഹു, യാൻഡെക്സ്, ആസ്ക്മി, ഡക്ടക്കോ. ഈ 7 സെർച്ച് എഞ്ചിൻസ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, ഒരുപാട് സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 7 സെർച്ച് എഞ്ചിനുകളാണ്. അതിൽ ആദ്യത്തെ ഗൂഗിള്. ലോകത്തുള്ളതിൻ്റെ 70% മാർക്കറ്റ് ഷെയർ ഉള്ളത് ഗൂഗിളിനാണ്. അതുപോലെ തന്നെ 85% ഗൂഗിളിൽ സെർച്ചസ് നടക്കുന്നത് മൊബൈൽ വഴിയാണ്, അല്ലേ? ഡെസ്ക്ടോപ്പ് വഴിയും ലാപ്ടോപ്പ് വഴിയും ടാബ്ലറ്റ് വഴിയൊക്കെ ഉണ്ടെങ്കിലും 85% സെർച്ച് നടക്കുന്നത് മൊബൈൽ വഴിയാണ്. നിങ്ങൾക്കറിയാം, നാം ഈ കാണുന്ന ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 98 പേരും അവരുടെ എല്ലാ ആവശ്യങ്ങളും അവർ സെർച്ച് ചെയ്യുന്നത് ഓൾമോസ്റ്റ് മൊബൈലിൽ തന്നെ ആയിരിക്കും. അതൊരു ഫാക്റ്റ്. അതിപ്പോൾ ഏത് സെർച്ച് എഞ്ചിനാണെങ്കിലും അത് തന്നെ. അപ്പോൾ ഗൂഗിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ഈ ഇൻഫർമേഷൻ, അതായത് സാൻഡ്ബാർഡ് യൂണിവേഴ്സിറ്റിയിലെ 2 സ്റ്റുഡൻസ് ആണ് ഇത് ഫൗണ്ട് ചെയ്തത്. അതായത് ലാറി പേജിൻ ആൻഡ് സർജി ബ്രിൻ എന്ന് പറയുന്ന 2 പേരാണ്. 1998 സെപ്റ്റംബർ 4 ഈ ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോ. കാരണം ഇൻ്റർവ്യൂവിനൊന്നും ചിലപ്പോൾ ചോദിച്ചെന്ന് വരില്ല. നിങ്ങളുടെ ഒരു ഓർമ്മയിലേക്കും നിങ്ങളുടെ ഒരു നോളജ് അപ്ഗ്രേഡ് ചെയ്യാനും ഇത് SEO ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ സെർച്ച് എഞ്ചിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ സെർച്ച് എഞ്ചിൻ എന്താണെന്നോ അത് എന്ന് തുടങ്ങിയെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 20 PB യൂസ് ജനറേറ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അവർ ഈ എന്താ പറയുക, ഇൻഫർമേഷൻ യൂണിറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് പെറ്റാബൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ 2006 ജൂണിലാണ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ആഡ് ചെയ്തത്. ഗൂഗിൾ എന്ന് പറയുന്നത് വെർബായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഗൂഗിളിലുള്ള എംപ്ലോയീസിനെ ഗൂഗിളർ എന്നും പുതിയതായിട്ട് ഗൂഗിളിൽ വരുന്ന ആൾക്കാരെ ഗൂഗിളർ എന്ന് പറയാം. ഇതൊക്കെ ഒരു ടാക്സ് മാത്രം. ഇത് നിങ്ങൾ SEO ആയിട്ടൊരു ബന്ധമില്ല. ഇതൊരു തിയറി ക്ലാസ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. രണ്ടാമത്തെ സെർച്ച് എഞ്ചിനാണ് ബിങ്. US 33% സെർച്ചസ് നടക്കുന്നത് ബിങ്ങിലാണ്. അവിടുത്തെ തന്നെ US തന്നെ 3ാമത്തെ ടോപ്പ് സെർച്ച് എഞ്ചിനുമാണ് ബിങ്. യാഹു പവേർഡ് ബൈ യാഹു ആണ്. യാഹുവിൻ്റെ തന്നെ ഒരു സഹോദര സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ബിങ്. ഇനി ബൈഡു എന്ന് പറയുന്നത് ചൈനയിലെ തന്നെ ലാർജസ്റ്റ് സെർച്ച് എഞ്ചിനാണ്. ചൈന അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും അവരുടേതായ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള 75% സെർച്ച് നടക്കുന്നത് ബൈഡുവിലാണ്. ബൈഡു കണ്ടറിയാം, ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ചൈനീസ് ലാംഗ്വേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആരും അത് യൂസ് ചെയ്യാറില്ല. എന്നാലും മനസ്സിലാക്കി വെച്ചിരിക്കുക, ബൈഡു ആ ചൈനീസിൻ്റെ ഒരു പദം പോലെയാണ് ബൈഡു. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ബൈഡു എന്ന് പറയുന്നത് ചൈനയിലെ ലാർജസ്റ്റ് സെർച്ച് എഞ്ചിനാണ് ബൈഡു എന്ന് പറയുന്നത്. യാഹു എന്ന് പറയുന്ന മൊത്തം സെർച്ചിന് ലോകത്തുള്ള 3% സെർച്ച് മാത്രമേ ഈ യാഹുവിൽ നടക്കുന്നുള്ളൂ. അത്ര ഇൻഫർമേഷൻസ് അടങ്ങിയതാണ്. അത് നേരത്തെ പറഞ്ഞ പവേർഡ് ബൈ ബിങ് ആണ്.
മറ്റേത് പവേർഡ് ബൈ യാഹു. ഇവർ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർ കണക്ഷൻ ഉണ്ട്. അഞ്ചാമത്തെയാണ് യാൻഡെക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയ്ക്ക് ചൈനയുടെ സെർച്ച് എഞ്ചിൻ ഉള്ള പോലെ തന്നെ റഷ്യക്ക് റഷ്യയുടെ സെർച്ച് എഞ്ചിൻ ഉണ്ട്. അതിനെയാണ് യാൻഡെക്സ് എന്ന് പറയുക. റഷ്യയിലുള്ള 65% ടോട്ടൽ ട്രാഫിക്കും യാൻഡെക്സ് വഴിയാണ്. അത് ഉക്രൈൻ, കസാഖിസ്ഥാൻ, ടർക്കി, ബെലാറസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലും യാൻഡെക്സ് ഉണ്ട്. പക്ഷെ അവിടെ ഗൂഗിളും അലൗഡ് ആണ്. പക്ഷെ ചൈനയിൽ നേരെ തിരിച്ചാണ്. ആറാമത്തത് ask.com. 0.35% സെർച്ച് ട്രാഫിക് മാത്രമേ ask.comലുള്ളൂ. അതൊരു വളരെ ചെറിയതായിട്ടുള്ളൊരു സെർച്ച് എഞ്ചിനാണ്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇൻഫർമേഷൻസ് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യാനുള്ള ഡാറ്റാബേസ് ഒന്നും ask.comനായിട്ടില്ല. അവസാനത്തെയാണ് ഡക്ടഗോ. ഇത് ലേറ്റസ്റ്റ് ആണ്. ഇവർ പറയുന്നതിന് പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. അതായത് ബാക്കിയുള്ള എല്ലാ സെർച്ച് എഞ്ചിൻസും സെർച്ച് ചെയ്യുന്നവരുടെ ഡാറ്റ വലിച്ചു വെക്കുന്നുണ്ട്. കുക്കീസ് ആയിട്ടും ക്യാഷ് ആയിട്ടും നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ വാങ്ങുന്നു, എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു, അത് വെച്ചിട്ട് നമ്മുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ വലിച്ചിട്ട് അത് മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പനികളാണ് ഓൾമോസ്റ്റ് എല്ലാ സെർച്ച് എഞ്ചിൻസും. അവരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗവും അത് തന്നെയാണ്. പക്ഷെ ഡക്ടഗോ ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വലിക്കുന്നില്ല. നമുക്ക് ഇൻഫർമേഷൻ നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു തരുമെന്നല്ലാണ്ട് നമ്മുടെ ഒരു ഇൻഫർമേഷൻ അവർ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻകോഗ്നിറ്റോ മോഡിൽ കണ്ടിട്ടുണ്ടാവും, ഗൂഗിളിലെ ക്രോമിലൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഇൻഫർമേഷൻ എടുക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇത് മൊബൈലുകളിലൊക്കെ ഇനി സാധാരണയായിട്ട് വരാൻ പോകുന്ന ഒരു സെർച്ച് എഞ്ചിനാണെന്നാണ് പറയുന്നത്. അതാണ് ഡക്ടഗോന്റെ പ്രത്യേകത. ഞാൻ ക്ലാസ് ഒന്നുകൂടെ പറയാം. ലോകത്ത് മൊത്തം 7 സെർച്ച് എഞ്ചിനാണ് ടോപ്പായിട്ടുള്ളത്. നമ്പർ 1 ഗൂഗിളാണ്. പിന്നെ ബിങ് US-ലെ മൂന്നാമത്തെയാണ്. ബെയ്ഡു എന്ന് പറയുന്നത് ചൈനയുടെയാണ്. യാഹു ഉണ്ട്. യാൻഡെക്സ് റഷ്യയിലാണ് കൂടുതൽ കാണുന്നത്. ask.com ഉണ്ട്. ഡക്ടഗോ ഉണ്ട്. ഈ 7 സെർച്ച് എഞ്ചിനുകളാണ് പ്രധാനമായിട്ടും ലോകത്ത് ലീഡ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് ഗൂഗിൾ തന്നെയാണ്. എല്ലാ ഇൻഫർമേഷനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഉള്ളത്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, സെക്യൂർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന നമ്പർ 1 എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഗൂഗിളാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും നിങ്ങൾ SEO പഠിക്കുമ്പോൾ എല്ലാവർക്കും റാങ്ക് ചെയ്യിക്കേണ്ടതും വെബ്സൈറ്റ് ടോപ്പിൽ കൊണ്ടുവരേണ്ടതൊക്കെ ഗൂഗിളിലായിരിക്കും. അപ്പോൾ ഗൂഗിളിൽ എങ്ങനെ ഓർഗാനിക് ആയിട്ട് നമ്മളുടെ ക്ലയന്റിനെ ടോപ്പിൽ കൊണ്ടുവരാം, ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് റിസൾട്ടിൽ എത്തിക്കാം, അതാണ് നമ്മൾ ശരിക്കും SEO കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ അതാണ്. അപ്പോൾ ഓർഗാനിക് സെർച്ച്, പെയ്ഡ് റിസൾട്ട്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓർഗാനിക് സെർച്ച്, എങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോകളായിട്ട് പറയാൻ പോകുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷനിലേക്ക് എത്തിക്കുന്നില്ല. ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ലോകത്തുള്ള ടോപ്പ് 7 സെർച്ച് എഞ്ചിനുകൾ ഏതൊക്കെയാണ്, അതിലെ ഓരോ സെർച്ച് എഞ്ചിൻ്റെയും പ്രത്യേകതകൾ എന്താണ്, ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ഏതാണ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഇത് അറിഞ്ഞിരിക്കുക. അത് ഇനി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ റാങ്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് അടുത്ത വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് കാണുന്നവർക്ക് മനസ്സിലാകണം. അപ്പോൾ അങ്ങനെ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. ഞാനത് കൂടുതൽ ക്ലാരിഫിക്കേഷനിലോട്ട് അടുത്ത വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് SEO പഠിക്കുന്നവർക്കുള്ള വീഡിയോ ആണ്. അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് എടുത്തവർക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചില ബേസിക്സ് കിട്ടാത്തവരുണ്ടാവും, അല്ലെങ്കിൽ അറിയാത്തവരുണ്ടാവും, അവർക്കും ഉപകാരപ്രദമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. താങ്ക് യു.